ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 2 കപ്പ് അരിപ്പൊടി കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ്. തന്നെയുമല്ല, നല്ല ഒരു സിമ്പിളായ രീതിയിലാണ് നമ്മളിത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഉണ്ടാക്കുന്നതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വീട്ടിലുള്ള ഐറ്റംസ് മാത്രം എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിനു വേണ്ടി എക്സ്ട്രാ ചിലവുകളൊന്നുമില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം അതിനു വേണ്ടി 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഇതുപോലെ എല്ലാം ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് കിട്ടൂല, നമ്മൾ ഉദ്ദേശിച്ചൊരു ഭംഗി അതിന് കിട്ടൂല. അപ്പോൾ എല്ലാം മാഷാഅല്ലാഹ് ഒരേമാതിരി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു അല്പം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അപ്പം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, വളരെ കുറഞ്ഞ അളവിലേ വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ആ ബോൾസുകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഒന്നും പൊട്ടിപ്പോവില്ല, ഒന്നും കലങ്ങി പോകുന്നില്ല, നല്ല ഉഷാറായി കിട്ടും. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ ഇറങ്ങി നന്നായിട്ട് മസാല പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ചില ഭാഗത്തേക്ക് ഇതിന് കൊഴുക്കട്ട എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇനി വിളമ്പുന്നത് ചൂടോട് കൂടിയിട്ട് വാഴയിലേക്കാണ്. വാഴൻ്റെ ഇല ഇതിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വിളമ്പുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.